प्यारे दोस्तों, गुलदस्ता हिंदी चैनल पर सबका स्वागत है. പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഗുൽദസ്ത ഹിന്ദി ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോയിൽ ചില വർക്ക്ഷീറ്റുകൾ പരിചയപ്പെട്ടിരുന്നല്ലോ. നിങ്ങളെല്ലാവരും ആ വർക്ക്ഷീറ്റ് ചെയ്തു നോക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്കതിൻ്റെ ബാക്കി കുറച്ച് വർക്കുകൾ കൂടി നോക്കാം. നിങ്ങളിൽ ആരെങ്കിലും ഇതിനു മുമ്പുള്ള വീഡിയോകൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രദ്ധിക്കുമല്ലോ. അവയുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് കേട്ടോ. അതിൽ ക്ലിക്ക് ചെയ്തും നിങ്ങൾക്ക് വീഡിയോകൾ കാണാവുന്നതാണ്. നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഇനിയുള്ള വീഡിയോകളും ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി എത്താൻ അത് ഉപകരിക്കും. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മൾ 7 ആക്ടിവിറ്റികൾ വരെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഇനി 8ാമത്തെ ആക്ടിവിറ്റി നോക്കാം. ഗതിവിധി 8. റ് കി മാത്ര പെഹ്ചാനെ. റ് എന്നുള്ള മാത്ര നമുക്ക് തിരിച്ചറിയാം. റ് എന്നുള്ള അക്ഷരത്തിൻ്റെ ചിഹ്നം എങ്ങനെയാണ്? അതായത് അക്ഷരത്തിൻ്റെ താഴെ ഒരു ചെറിയ കൊക്ക അല്ലേ, വലതു ഭാഗത്തേക്ക്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള 3 സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. ഋതിക് തഥാ റിച്ച കെ പിതാജി കൃഷക് ഹെ. വേ കൃഷി കർത്തെ ഹെ. ഉൻകി മാതാ ഗൃഹ കി ദേഖ് രേഖ് കർത്തി ഹെ. വേ കുശൽ ഗൃഹിണി ഹെ. അപ്പോൾ ഇവരെ നോക്കൂ. ഇവിടെ റ് എന്നുള്ള അക്ഷരവും ഉണ്ട്, ചിഹ്നങ്ങളും ഉണ്ട് അല്ലേ. ഋതിക്, റിച്ച, ഇവ രണ്ടിലും റ് എന്നുള്ള അക്ഷരം ഉണ്ട്. ഇനി നോക്കൂ, കൃഷക്, അതിലേത് ചിഹ്നമുണ്ട്? റ് എന്നുള്ള ചിഹ്നമുണ്ട് അല്ലേ. കായുടെ അടിയിൽ കണ്ടില്ലേ, ഒരു ചെറിയൊരു കൊക്ക വലത് ഭാഗത്തോട്ടായിട്ട് അല്ലേ. കൃഷക്, അപ്പോൾ കൃ എന്നുള്ള ചിഹ്നം. അപ്പോൾ കായുടെ താഴെ റ് എന്നുള്ള ചിഹ്നം വന്നപ്പോൾ കൃ എന്നായി, കൃഷക്. പിന്നെ നോക്കൂ, വേ കൃഷി കർത്തേ ഹെ, അവിടെയും കണ്ടില്ലേ കൃ, കൃഷി. ഇനി അടുത്ത് നോക്കൂ, ഉൻകി മാതാ ഗൃഹ് അല്ലേ, ഗാൻ്റെ അടിയിൽ റ് ചിഹ്നം, അപ്പോൾ ഗൃഹ്. ഇനി അതേപോലെ ഗൃഹിണി, ഗായുടെ അടിയിൽ റ് എന്നുള്ള ചിഹ്നം, അപ്പോൾ ഗൃഹിണി അല്ലേ. ഇനി ഓരോ അഭ്യാസം നമുക്ക് നോക്കാം. അഭ്യാസ് 1 പഠേ. ഇവിടെ കൊടുത്തിട്ടുള്ള അക്ഷരങ്ങളും അതുപോലെ റ് എന്നുള്ള ചിഹ്നം അതിൻ്റെ കൂടെ ചേർത്തത് നോക്കൂ. ക എന്നുള്ളതിൻ്റെ കൂടെ റ് ചിഹ്നം വന്നപ്പോൾ കൃ, പ പൃ, വ വൃ, മ മൃ, ദ ദൃ, ത തൃ. ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങൾക്ക് എഴുതാമല്ലോ. അപ്പോൾ ഇവ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ബുക്കിൽ ഇതുപോലെ ഒന്ന് എഴുതി നോക്കുക കേട്ടോ, നോട്ട് ബുക്കിലോ പേപ്പറിലോ. ഇനി അഭ്യാസ് 2. നീച്ചെ ലിഖേ ശബ്ദോ കോ ജോർ സേ പഠോ ഓർ ലിഖോ. അപ്പോൾ താഴെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഉറക്കെ വായിക്കുകയും എഴുതുകയും ചെയ്യാം. ഓക്കെ, മാതൃ, പിതൃ, തൃണ്, കൃപ, കൃപാൺ, ഈ ഓരോ വാക്കുകളില്ലേ. അപ്പോൾ ഇവിടെ താഴെ ഡാഷ് കൊടുത്തിട്ടില്ലേ, അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വാക്കുകൾ അതുപോലെ നോക്കി എഴുതുക കേട്ടോ. മാത്രമല്ല നിങ്ങൾ എന്ത് ചെയ്യണം, ഉറക്കെ വായിക്കുകയും ചെയ്യാം, വായിച്ചുകൊണ്ട് എഴുതുക കേട്ടോ. ഇനി അഭ്യാസ് 3, 3ാമത്തെ അഭ്യാസ്. വർണ്ണോ കോ ഉചിത് ചിഹ്നോ വാലെ ശബ്ദോ സെ മിലാവോ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇടതു ഭാഗത്ത് കുറച്ച് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്, വലതു ഭാഗത്ത് വാക്കുകളും. അപ്പോൾ ആ അക്ഷരങ്ങളുടെ ചിഹ്നങ്ങൾ വരുന്ന വാക്കുകളിലേക്ക് ചേർക്കാനാണ്. അതായത് ആ ഫസ്റ്റ് വരുന്ന അക്ഷരത്തിൽ എന്ത് ചെയ്യണം, ആ ചിഹ്നം വരണം. ഓക്കെ, അപ്പോൾ ആ എന്നുള്ള അക്ഷരം നോക്കൂ. അപ്പോൾ ആ എന്നുള്ള അക്ഷരത്തിൻ്റെ ചിഹ്നം എന്താണ് നമുക്കറിയാം, എന്താ, ഒരു വരയിടുകയാണ് ചെയ്യുക അല്ലേ. അക്ഷരം കഴിഞ്ഞിട്ട് ഒരു വരയിടുക. അങ്ങനെ ഫസ്റ്റിൽ ആ എന്നുള്ള ചിഹ്നം വരുന്ന വാക്ക് ഏതാണ്? തീൻ എന്നാണോ, കൃഷി എന്നതാണോ, മാല എന്നുള്ളതാണോ, ഫൂൽ എന്നുള്ളതാണോ, പുൽ എന്നുള്ളതാണോ, ചിടിയ എന്നുള്ളതാണോ? ഇതിലേതാണ്? മാല അല്ലേ, മാല എന്നുള്ളതല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ മാല എന്നുള്ളതിലേക്ക് നേരെ വരക്കണം. ഓക്കെ, അപ്പോൾ മാല, അപ്പോൾ ആ എന്നുള്ളത് മാല എന്നുള്ളതിലേക്ക് വരക്കണം. ഇതുപോലെ ഓരോന്നും നിങ്ങൾക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ഈ എന്നുള്ള അക്ഷരം നോക്കൂ, അതിൻ്റെ ചിഹ്നം എന്താ? ഇടത് ഭാഗത്തേക്ക് വള്ളിയിടുക അല്ലേ. അങ്ങനെ വരുന്ന വേർഡ് ഏതാ? ചിടിയ അല്ലേ, ചിടിയ കണ്ടില്ലേ, ഈ എന്നുള്ള ചിഹ്നം അല്ലേ. അപ്പോൾ ചിടിയ. ഓക്കെ, അതുപോലെ ഓരോന്നും നിങ്ങൾക്ക് ചെയ്യാമല്ലോ. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഗതിവിധി 9ാമത്തെ ആക്ടിവിറ്റി. എ ഓർ ഐ കി മാത്രയെ ഢൂണ്ടേ. എ എന്നതിൻ്റെയും ഐ എന്നുള്ളതിൻ്റെയും മാത്രകൾ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ എ എന്നുള്ളതിൻ്റെയും ഐ എന്നുള്ളതിൻ്റെ ചിഹ്നങ്ങൾ നമുക്കറിയണം അല്ലേ. അപ്പോൾ എ എന്നുള്ളതിന് എന്താ ചെയ്യുക, അക്ഷരത്തിൻ്റെ മുകളിൽ ഇടത് ഭാഗത്തേക്ക് ചെരിച്ച് വരക്കുക അല്ലേ. ഐ എന്നുള്ളതിനോ, അക്ഷരത്തിൻ്റെ മുകളിൽ ഇടത് ഭാഗത്തേക്ക് എത്ര വര ഉണ്ടാവും? 2 വര ഉണ്ടാവും അല്ലേ. 2 വര ചെരിച്ച് വരക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള 4 സെൻറ്റൻസുകളുണ്ട്, അത് നമുക്ക് വായിച്ചു നോക്കിയാലോ. ഏക് ഷേർ ഹെ, ഏക് കേല ഹെ, ऐनक
थैली में है. ഐരാവത് के पैर पर मैला है. അപ്പോൾ ഇവിടെ നോക്കൂ, എ എന്നുള്ള ചിഹ്നവും ഐ എന്നുള്ള ചിഹ്നവും ഒക്കെ അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് എ ചിഹ്നം വരുന്ന അക്ഷരങ്ങളും ഇവിടെ എ എന്നുള്ള ചിഹ്നം വരുന്ന ഐ എന്നുള്ള ചിഹ്നം വരുന്ന അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്കുകളുണ്ടല്ലോ, അവയിലേക്ക് നിങ്ങളൊരു റൗണ്ട് വരച്ചോളൂ. ഓക്കെ. ഇനി അഭ്യാസ് ഏക്. പഠോ ഓർ സമച്ചോ. വായിക്കൂ, മനസ്സിലാക്കൂ. ഇവിടെ ചില വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, എ എന്നും ഐ എന്നും വരുന്ന വാക്കുകൾ. അത് നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ. കേല, സേബ്, മേള, റെയിൽ, പേട്, ദേശ്, थैली, पैर, മൈന, പേസ, സൈനിക്. ഓക്കെ. അപ്പോൾ ഇതിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, എ എന്നുള്ളതിൻ്റെയും ഐ എന്നുള്ളതിൻ്റെ ചിഹ്നങ്ങൾ വരുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക, ആ ചിഹ്നങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഇനി അഭ്യാസ് ദോ, രണ്ടാമത്തെ അഭ്യാസ് നോക്കാം. എ और ഐ की मात्रा वाले शब्दों को छांटकर अलग करके लिखें. അപ്പോൾ എ എന്നും ഐ എന്നും മാത്രകൾ വരുന്ന വാക്കുകളെ തിരഞ്ഞെടുത്ത് എന്ത് ചെയ്യുക, വേർതിരിക്കാം. അപ്പോൾ ഇവിടെ താഴെ കണ്ടില്ലേ, രണ്ട് മത്സ്യങ്ങൾ, ദോ മച്ചലിയ ഹെ ഹനാ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് മീനിൽ എന്ത് കൊടുത്തിട്ടുണ്ട്, എ എന്നുള്ള അക്ഷരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എ എന്നുള്ള ചിഹ്നം വരുന്ന അക്ഷരവും അതുപോലെ തന്നെ വാക്കും ഒക്കെ നൽകിയിട്ടുണ്ട് അല്ലേ. എ കൊണ്ട് തുടങ്ങുന്നതാണ് ബെയർ. അതുപോലെ വേറെയും വാക്കുകൾ ഇതിലുണ്ടല്ലോ. ഒരു പായ്ക്കപ്പൽ കണ്ടില്ലേ. അപ്പോൾ ഇവിടെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എ ചിഹ്നങ്ങൾ വരുന്നത് എന്തൊക്കെ ഉണ്ട്, ബെയർ എന്ന് എഴുതി. അതുപോലെ തന്നെ ഇനി എന്തുണ്ട്, ഖേൽ അല്ലേ, ഖേൽ ഉണ്ടല്ലോ, മേള. അങ്ങനെ ഇവ എന്ത് ചെയ്യുക, ആദ്യത്തിൽ എഴുതുക. ഇനി മൈതാൻ അല്ലേ, അപ്പോൾ അതിൽ ഐ ചിഹ്നം വരുന്നത്. അപ്പോൾ ഐ എന്നുള്ള ചിഹ്നം കൊണ്ട് തുടങ്ങുന്ന അക്ഷരമുള്ള വാക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ എഴുതുക കേട്ടോ. എഴുതാമല്ലോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ഇനി 10ാമത്തെ ആക്ടിവിറ്റി, ഗതിവിധി 10. ഓ ഓർ ഔ കി മാത്ര സംശേ. ഓ എന്നതിൻ്റെയും ഔ എന്നുള്ളതിൻ്റെയും മാത്രകൾ നമുക്ക് മനസ്സിലാക്കാം. ഓ എന്നുള്ള ചിഹ്നം എങ്ങനെയാണ്, അക്ഷരം കഴിഞ്ഞിട്ട് ഒരു വര ഇട്ടിട്ട് ആ വരയുടെ മുകളിലായിട്ട് എന്ത് ചെയ്യുക, ഇടത് ഭാഗത്തേക്ക് ചെരിച്ച് വെക്കുക. അതാണല്ലോ ഓ എന്നുള്ള ചിഹ്നം. ഔ എന്നാണെങ്കിലോ, അക്ഷരം കഴിഞ്ഞിട്ട് ഒരു വര ഇട്ടിട്ട് ആ വരയുടെ മുകളിൽ 2 വരകൾ ചെരിച്ച് വരക്കണം ഇടത് ഭാഗത്തേക്ക് അല്ലേ. അപ്പോൾ എന്തായി, ഔ എന്നാവും. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള സെൻറ്റൻസുകൾ നമുക്ക് വായിച്ചു നോക്കിയാലോ. മോഹൻ ഏക് ധോബി ഥാ, ഉസ്കെ പാസ് ഏക് തോത്ത ഥാ, തോത്ത ഹർ ദം ബോൽത്താ രഹത്താ ഥാ. ഏക് ദിൻ ഉസ്നെ ബോല, ഗൗരി തായി ലേക്കർ ആയി, ഗരം കച്ചൗടി ഓർ പക്കൗടി, നരം ബിച്ചൗന ഓർ ഖിലൗന. അപ്പോൾ ഇവിടെ ഓ എന്നുള്ള ചിഹ്നവും ഔ എന്നുള്ള ചിഹ്നവും വരുന്ന വാക്കുകളുണ്ട് അല്ലേ. അപ്പോൾ അത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിനൊന്ന് റൗണ്ട് ഇട്ടോളൂ. ഓക്കെ. ഇനി അഭ്യാസ് ഏക്. ഓ और ഔ की मात्रा वाले शब्दों को छांट कर अलग अलग लिखो. ഓ എന്നും ഔ എന്നും മാത്രകൾ വരുന്ന വാക്കുകളെ തിരഞ്ഞെടുത്ത് വേർതിരിച്ചെഴുതാം. അപ്പോൾ ഇവിടെ 2 പൂമ്പാറ്റകൾ കണ്ടിട്ടില്ലേ, 2 തിത്തലികളുണ്ട് അല്ലേ. അപ്പോൾ ഓ എന്നും ഔ എന്നും ഉള്ള തിത്തലികളാണ്. ഓ എന്നുള്ള അക്ഷരം കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അത് ഓ എന്നുള്ള പൂമ്പാറ്റയുടെ അവിടെ എഴുതുക, ആ ഡാഷിട്ട ഭാഗത്ത്. ഓക്കെ. ഇനി ഔ എന്നുള്ള അക്ഷരം കൊണ്ട് തുടങ്ങുന്ന വാക്കുകളുണ്ടല്ലോ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഔ എന്നുള്ള പൂമ്പാറ്റയുടെ അവിടെയും എഴുതുക. എഴുതാമല്ലോ. ഇനി അഭ്യാസ് ദോ, രണ്ടാമത്തെ അഭ്യാസ്. പഠോ ഓർ ലിഖോ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള വാക്കുകളുണ്ടല്ലോ, അത് വായിക്കുക. എന്നിട്ട് താഴെയുള്ള ഡാഷിട്ട ഭാഗത്ത് എഴുതാനാണ്. ഘോഡ, മോട്ട, ചോട്ട, ദൗഡ, ചൗഡ, നോഗ. ഓക്കെ. അപ്പോൾ ഈ വാക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കി അതുപോലെ വൃത്തിയായി എഴുതുക കേട്ടോ. ഇനി നമുക്ക് 11ാമത്തെ ആക്ടിവിറ്റി നോക്കാം. ഗതിവിധി 11. വർണ്ണോ കോ ജോഡ്കർ ശബ്ദ ബനാവോ. അക്ഷരങ്ങളെ ചേർത്തുകൊണ്ട് വാക്ക് നിർമ്മിക്കൂ. അപ്പോൾ അം എന്നുള്ള അക്ഷരം നിങ്ങൾക്കറിയാലോ, ആ എന്നുള്ള അക്ഷരത്തിൻ്റെ മുകളിൽ കുത്തിടുകയാണ് വേണ്ടത് അല്ലേ. ഏക്ക് ബിന്ദി ലഗാനാ ഹെ. അപ്പോൾ അതിൻ്റെ ചിഹ്നം എങ്ങനെയാണ്, അക്ഷരത്തിൻ്റെ മുകളിൽ ഒരു കുത്തിടുക അല്ലേ. അപ്പോൾ അം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇവിടെ ഒരു പദസൂര്യൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നടുവിലായിട്ട് അം എന്നുള്ള അക്ഷരമുണ്ട്. പിന്നെ സൈഡിലായിട്ട് ഏതൊക്കെ അക്ഷരങ്ങളുണ്ട്, ക, ഗ, ഡ, ത, ബ, ധ. ഓക്കെ അല്ലേ. അപ്പോൾ അം എന്നുള്ള അക്ഷരം കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾ എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, അന്ത് അല്ലേ. ഇനി അതുപോലെ വേറെയും വാക്കുകൾ നിങ്ങൾക്ക് എഴുതല്ലോ. അം, അതിലേക്ക് ക എന്നുള്ള അക്ഷരം ചേരുമ്പോൾ അങ്ക് അല്ലേ. അത് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ എഴുതുക. ആ ഡാഷ് ഇട്ട ഭാഗത്തല്ലേ അവിടെ എഴുതുക. അങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് എഴുതാമല്ലോ. ഇനി ഗതിവിധി 12, 12ാമത്തെ ആക്ടിവിറ്റി. ചന്ദ്രബിന്ദു ജോഡോ. ചന്ദ്രബിന്ദു
ചേർക്കാനാണ്. ഓക്കെ, ചന്ദ്രബിന്ദി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ചന്ദ്രക്കലയും പിന്നെ അതിന് മുകളിൽ ഒരു കുത്തും അല്ലേ? അങ്ങനെ ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒരു ചിത്രം കണ്ടോ നിങ്ങൾ അല്ലേ? ഒരു പല്ലിൻ്റെ ചിത്രമല്ലേ? തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് എന്തുണ്ട്? ഒരു ചന്ദ്രൻ്റെയും ചിത്രം അല്ലേ? അപ്പോൾ ഇവിടെ ആ പല്ലിൻ്റെ താഴെ കൊടുത്ത് നോക്കൂ. ദാ പ്ലസ് പിന്നെ എന്നുള്ള ചിഹ്നം അഥവാ ഒരു ചന്ദ്രബിന്ദി പ്ലസ് ത. അപ്പോൾ ഇവ ചേരുമ്പോൾ എന്തായി? ദാന്ത്. ഓക്കെ, ദാന്ത്. ഈ നീട്ടാൻ ഉള്ള സ്ഥലത്താണ് അധികവും ചന്ദ്രബിന്ദി വരിക. അല്ലാത്ത ഇടങ്ങളിൽ അധികവും വരാറുള്ളത് ഒരു കുത്ത് മാത്രമേ ഉള്ളൂ അല്ലേ? ഇവിടെ നീട്ടാനുള്ള സ്ഥലങ്ങളിൽ അധികവും ചന്ദ്രബിന്ദി വരാറുണ്ട് കേട്ടോ. അപ്പോൾ ദാന്ത് അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഇപ്പോൾ കേട്ടോ. ശരിക്കും അതിന് അനുനാസിക എന്നൊക്കെയാണ് പറയുക കേട്ടോ. അപ്പോൾ ദാന്ത് അല്ലേ? ഇനി ചാ പ്ലസ് പിന്നെ ചന്ദ്രബിന്ദി ഉണ്ട് പ്ലസ് ദ. ഇവ ചേരുമ്പോൾ എന്തായി? ചാന്ത് അല്ലേ? അത് നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ എഴുതണം. ഓക്കെ, ചാന്ത് എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ. ഇനി അടുത്ത് നോക്കൂ. റെയിൽ ഗാഡി മേ ആയേ ശബ്ദോ കോ ചന്ദ്രബിന്ദു ജോഡേ. അപ്പോൾ ഒരു തീവണ്ടി കണ്ടില്ലേ നിങ്ങൾ? ഈ തീവണ്ടിയിൽ വന്നിട്ടുള്ള വാക്കുകൾക്ക് ചന്ദ്രബിന്ദി ചേർക്കാം. ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആങ്ക്, അതിൽ ആൻ്റെ മുകളിൽ ഒരു ചന്ദ്രബിന്ദി ഉണ്ട്. ആങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണ് അല്ലേ? ഇനി ദാത്ത്, സാപ്പ്, കാപ്പ്, ഖാസി എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ എന്ത് ചെയ്യണം? ചന്ദ്രബിന്ദി നിങ്ങൾ കൊടുക്കണം ഫസ്റ്റിൽ അല്ലേ? അപ്പോൾ നീട്ടാനുള്ള സ്ഥലം കണ്ടില്ലേ? അപ്പോൾ അവിടെ അതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ചന്ദ്രബിന്ദി കൊടുക്കുക. ചെയ്യുമല്ലോ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന വർക്കുകൾ കേട്ടോ. അപ്പോൾ ഈ വർക്കുകൾ നിങ്ങൾ അടുത്ത വീഡിയോ ഇടുമ്പോഴത്തേക്കും ചെയ്യുമല്ലോ. അപ്പോൾ എല്ലാവരും ഉഷാറായി പഠിക്കുക. അപ്പോൾ ഈ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം. സബ്കോ ധന്യവാദ്.